ഹായ് ഫ്രണ്ട്സ്, യാഷിക ടാരോ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും നോക്കാൻ പോകുന്നത് നമ്മളുടെ ഗൈഡൻസ് തന്നെയാണ്. ഇന്നത്തെ എന്താണ് നമ്മളുടെ ഗൈഡൻസ് എന്ന് തന്നെയാണ്. അതിൽ നമ്മൾ 3 സ്പ്രെഡുകളാണ് വെച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്പ്രെഡ് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻസ് ആണ്. കറണ്ട് സിറ്റുവേഷൻ നമുക്ക് കിട്ടുന്ന 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങളോ തിരഞ്ഞെടുപ്പുകളോ സന്തുലിതമാക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അതായത് സാമ്പത്തികമോ വൈകാരികമോ ആയ ചില തന്ത്രങ്ങൾ ഉണ്ടാകാം. വഴക്കമുള്ളവരായിരിക്കുകയും വിവേകപൂർവ്വം മുൻഗണന നൽകുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്നാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഗൈഡൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ്. ഒരു പുതിയ ആശയം അല്ലെങ്കിൽ ഒരു അവസരം, അതുമല്ലെങ്കിൽ ഒരു സന്ദേശം ചക്രവാളത്തിലാണ്, അതായത് ഇതിൽ തുടക്കത്തിലാണ്. അത് ഉത്സാഹത്തോടെ പര്യവേക്ഷണം ചെയ്യാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് മുൻകൈയെടുക്കാനുള്ള ഒരു അടയാളമാണ്. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ പോലും ചെറുതായി ആരംഭിച്ച് ജിജ്ഞാസയോടെ മുന്നോട്ട് പോവുക എന്നതാണ് പേജ് ഓഫ് വാൻഡ്സ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്ത് ഔട്ട്കമാണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഔട്ട്കമാണ് കിട്ടുന്നതെന്ന് നോക്കിയപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് സോർട്സ് ആണ്. അതായത് വേദനാജനകമായ എന്തോ ഒന്ന് അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഒരു വഞ്ചന, സമ്മർദ്ദം, അല്ലെങ്കിൽ ക്ഷീണം, അല്ലെങ്കിൽ ഒരു രോഗം. ഈ കാർഡ് ഭാരമുള്ളതായി തോന്നിയെങ്കിലും ഏറ്റവും മോശമായത് അവസാനിച്ചുവെന്നും ഇത് സൂചിപ്പിക്കുന്നു. രോഗശാന്തിക്കും പുതിയൊരു തുടക്കത്തിനും നിങ്ങൾ ഇടം സൃഷ്ടിക്കുകയാണെന്നാണ് 10 ഓഫ് സോർട്സ് പറയുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ വളരെ വേദനയോടെ കഴിഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സാമ്പത്തികപരമായിട്ടോ ആരോഗ്യപരമായിട്ടോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു വേദനാജനകമായിട്ടുള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതെല്ലാം മാറുകയും പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ കാലുവയ്ക്കാൻ തുടങ്ങുകയുമാണെന്നാണ് 10 ഓഫ് സോർട്സ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതീക്ഷയുടെയോ ദിശയുടെയോ ഒരു പുതിയ തീപ്പൊരി നിങ്ങളെ മുന്നോട്ട് നയിക്കും. നിങ്ങളെ വേദനിപ്പിക്കുന്നതോ ക്ഷീണിപ്പിക്കുന്നതോ ആയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഈ ചക്രം അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ അധ്യായം കാത്തിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ഗൈഡൻസ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റീഡിങ്. എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്